നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുനക്കര ബസ് ബേ ബുധനാഴ്ച തുറക്കും. നടപടി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഇടപെടലിലൂടെ. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം. കോട്ടയം കൊശമറ്റം കോളനിയിൽ വീട് ഭാഗികമായി ഇടിഞ്ഞു താഴ്ന്നു. ഭിത്തികൾക്കും വിള്ളൽ. കുടുംബം വീട് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിൽ. പാലാ കൂരാലിയിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച മുതൽ ബസ് ബേ സംവിധാനം ഒരുക്കും. സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലെത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യും. ബലക്ഷയത്തെ തുടർന്ന് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്നതിന് വേണ്ടിയാണ് ബസ് സ്റ്റാൻഡ് അടച്ചത്. 2023 സെപ്റ്റംബറിലാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. കെട്ടിടത്തിലുണ്ടായിരുന്ന കച്ചവടക്കാരെയും ഒഴിപ്പിച്ചു. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിരുന്നു ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചത്. പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി 2023 സെപ്റ്റംബർ മുതൽ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നത് കളക്ടർ നിരോധിച്ചു. തുടർന്ന് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനു മുൻപിലും വിവിധയിടങ്ങളിലും യാത്രക്കാർ ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നു. തുടർന്ന് ലീഗൽ സർവീസ് സൊസൈറ്റി വിഷയത്തിൽ ഇടപെട്ട് യാത്രക്കാർ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി ആളെ കയറ്റി ഇറക്കണമെന്ന് ലീഗൽ സർവീസ് സൊസൈറ്റി ജഡ്ജി ഉത്തരവിട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഉത്തരവ് നടപ്പാക്കാനായില്ല. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് നഗരസഭ തുറന്നുകൊടുക്കും. മുൻപ് ബസ് സ്റ്റാൻഡിൽ കയറിയിരുന്ന എല്ലാ ബസ്സുകളും സ്റ്റാൻഡിനുള്ളിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യും. യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള താൽക്കാലിക സൗകര്യവും പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരുക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ പറഞ്ഞു. നാളെ എന്നല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ യാത്രക്കാർക്ക് വേണ്ടി ഒരു ചെറിയ വിശ്രമ സൗകര്യം ഒരുക്കുന്നതിനും ഒപ്പം ശുചിമുറി സൗകര്യം ഉറപ്പാക്കുന്നതിനും നഗരസഭ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി ഇന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വളരെയേറെ ആശ്വാസം ലഭിക്കുമെന്ന് ഉറപ്പാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഓട്ടോ അവസാനിപ്പിച്ചിരുന്ന മുഴുവൻ ബസ്സുകളും ഈ തിരുനക്കര ബസ് സ്റ്റാൻഡിലൂടെ പ്രവേശിച്ചാണ് നാഗമ്പടത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. നാഗമ്പടത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്ന മുഴുവൻ ബസ്സുകളും അത് ചങ്ങനാശ്ശേരി സൈഡിലേക്ക് പോകുന്ന ബസ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ബസ്സുകളും തിരുനക്കര ബസ് സ്റ്റാൻഡിൽ വന്ന് ആളുകളെ കയറ്റിക്കൊണ്ടാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അതേ സംവിധാനം തന്നെയായിരിക്കും മേലിലും തുടരുക. ബസ് സ്റ്റാൻഡ് തറ നിരപ്പാക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. കെട്ടിടം പൊളിച്ച ശേഷം ബസ് സ്റ്റാൻഡ് മൈതാനം പേ ആൻഡ് പാർക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു. അതേസമയം പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ബോട്ട് മാതൃകയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് നഗരസഭ കരാറുകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കൊശമറ്റം കോളനിയിൽ വീട് ഭാഗികമായി ഇടിഞ്ഞു താഴ്ന്നു. നാൽപ്പാമറ്റം കാട്ടിപ്പറമ്പിൽ രേണുക രവിയുടെ വീടാണ് അപകടത്തിലായിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം ഉണ്ടായത്. കൊശമറ്റം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പാമറ്റം കാട്ടിപ്പറമ്പിൽ രേണുക രവിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. അടുക്കളയുടെ പിൻഭാഗത്ത് മണ്ണിടിഞ്ഞു താഴ്ന്നതിനോടൊപ്പം വീടിന്റെ ഭിത്തികൾക്കും വിള്ളലുണ്ടായിട്ടുണ്ട്. മുറികളുടെ തറയും താഴ്ന്നിട്ടുണ്ട്. ഇതിനാൽ വീട് പൂർണ്ണമായും അപകടാവസ്ഥയിലായിരിക്കുകയാണ്. മീനച്ചിലാറിന്റെ സമീപ പ്രദേശം കൂടിയായ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിൽ ദിവസങ്ങളോളം ഈ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീട് ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വീട് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു താഴ്ന്ന പശ്ചാത്തലത്തിൽ താമസ സ്ഥലം അടിയന്തരമായി മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട പ്രതിസന്ധിയും നേരിട്ടിരിക്കുകയാണ് ഈ കുടുംബം. വിവരമറിഞ്ഞ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, വാർഡ് മെമ്പർ മിഥുൻ ജി തോമസ്, വില്ലേജ് ഓഫീസർ പ്രമോദ് ജി നായർ, സെക്ഷൻ ക്ലർക്ക് ജോർജ് കുട്ടി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നം പാലാ റോഡിൽ കൂരാലിക്ക് സമീപം വാഹനാപകടം. മിനി ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു അപകടം. പൊൻകുന്നം പാലാ റോഡിൽ കൂരാലി ജംഗ്ഷന് സമീപം വാഹനാപകടം. മിനി ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. പാലായിൽ നിന്നും പൊൻകുന്നത്തേക്ക് പോയ മിനി ലോറിയും പൊൻകുന്നത്ത് നിന്നും പൈകിയിലേക്ക് പോവുകയായിരുന്ന മാരുതി കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ശക്തിയിൽ മിനി ലോറിയുടെ പുറകുവശത്തെ വീൽ ഊരിത്തെറിച്ചു. കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടത്തിൽ കാറിന്റെ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റു. ഇയാളെ കാഞ്ഞിരപ്പള്ളി 26 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും വാഹനങ്ങൾ നീക്കിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. ഈ സമയം റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ, AMVIമാരായ ജോർജ് വർഗീസ്, ടിനേഷ് മോൻ, ദീപു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പാലാ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് സഹപാഠികൾ. 2017 വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതും അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായ ജോർജ് കുര്യനായിരുന്നുവെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ എക്കാലവും സെന്റ് തോമസ് കോളേജിനും ഹിന്ദി ഡിപ്പാർട്ട്മെന്റിനും പ്രിയപുത്രനാണ്. 1982-84 ബാച്ച് ഹിന്ദി വിദ്യാർത്ഥിയായി പഠിച്ച ജോർജ് കുര്യൻ കോളേജ് പഠനം കഴിഞ്ഞും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറയുന്നു. കോളേജിലെ ഹിന്ദി വിഭാഗം 2017 നവംബർ 25 സംഘടിപ്പിച്ച വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്ന ജോർജ് കുര്യനായിരുന്നു. അന്നത്തെ മാനേജർ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൽ, ഹിന്ദി വിഭാഗം തലവൻ ഡോക്ടർ NR ഇളയിടം, ഡോക്ടർ NK ജോസഫ് നരിത്തൂക്കൽ തുടങ്ങിയവരും അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കറുപ്പ് വസ്ത്രം ഉപേക്ഷിച്ചാലും ജോസ് കെ മാണി MPയുടെ പ്രവർത്തന ശൈലിയോടും തെറ്റായ തീരുമാനങ്ങളോടുമുള്ള പോരാട്ടം തുടരുമെന്ന് ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കി. മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും താൻ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത CPIM നിലപാട് പ്രശംസനീയമെന്നും പാലാ നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ ബിനു പുളിക്കക്കണ്ടം അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസിന് തങ്ങളുടെ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത CPIM പാർട്ടി നിലപാട് മുന്നണി രാഷ്ട്രീയത്തിന് മാതൃകാപരമെന്ന് പാലാ നഗരസഭ CPIM പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം അഭിപ്രായപ്പെട്ടു. പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ മൂലം ചില യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ച് CPM സഹകക്ഷികളെ അമർച്ച ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. ഇത്തരം വ്യാജ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിക്ക് സ്വന്തം രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് CPM കൈക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ പരാജയങ്ങളുടെ പേരിൽ CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിരുത്തരവാദിത്തപരമായ ചില പ്രചരണ വേലകൾ കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ നടത്തുന്നതും രാഷ്ട്രീയ പക്വതയോടെ കണ്ട് ഊതിപ്പെരിപ്പിക്കാതെ അവഗണിച്ച കോട്ടയത്തെ CPM ജില്ലാ ഏരിയ കമ്മിറ്റികളുടെ നിലപാടും സ്വാഗതാർഹമാണ്. UDF പുറത്താക്കിയപ്പോൾ കേരള കോൺഗ്രസിനെ ചേർത്തു നിർത്തി രാഷ്ട്രീയ അഭയം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. രാജ്യസഭാ മെമ്പർ സ്ഥാനം ഉപേക്ഷിച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ രാജ്യസഭയിലേക്ക് തിരികെ മത്സരിക്കാൻ പ്രോത്സാഹനം നൽകി അദ്ദേഹത്തെ ജനപ്രതിനിധിയാക്കി നിലനിർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നും അദ്ദേഹം പറഞ്ഞു. പരാജിതരോടും പരാധീനതകൾ ഉള്ളവരോടും നിലനിൽപ്പിനായി അപേക്ഷിക്കുന്നവരോടും ബാലിശമായ യുദ്ധങ്ങൾ പാടില്ല എന്ന പാഠം താൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ കൊണ്ടു നടന്നിരുന്ന കറുപ്പിന്റെ പ്രതിഷേധം ഉപേക്ഷിക്കുന്നതെന്നും ബിനു പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം CPMന്റെയും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്ത ഈ അംഗീകാരം, രാജ്യസഭാ സീറ്റ് കൊടുത്തതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അത് മറ്റൊരു രീതിയിൽ കൂടെ കാണുന്നത് ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാനത് കാണുന്നത്. രാഷ്ട്രീയപരമായി അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളിന് മുന്നണിയിൽ ഒരു രാഷ്ട്രീയ അഭയമാണ് CPM കൊടുത്തത്. ആ വലിയ പ്രവർത്തന ശൈലി ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഒരു മെസ്സേജാണ്. രാഷ്ട്രീയപരമായി അവശത അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലി സ്വീകരിക്കണമെന്നുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈ പ്രവർത്തന ശൈലി, മാതൃകാപരമായ ഈ തീരുമാനം UDF ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക്, മുന്നണികൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നുകൂടിയാണ് എൻ്റെ അഭിപ്രായം. ജോസ് കെ മാണിയോടുള്ള പ്രതിഷേധത്തിന്റെ അവസാനമല്ല കറുപ്പ് വസ്ത്രം ഉപേക്ഷിക്കുന്നത്. ജോസ് കെ മാണിയുടെ പ്രവർത്തന ശൈലിയോടുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ഫേസ് ചെയ്യാതെ, അതിനുള്ള തൻ്റെടമോ ആർജവോ കാണിക്കാതെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു പ്രവർത്തന ശൈലി, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വികാരവും വിചാരവും മനസ്സിലാക്കി പ്രവർത്തിക്കാതെ നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് ഓടി ഒളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഓടി ഒളിക്കുന്ന ഒരാളുടെ പുറകെ നടന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതുകൊണ്ട് അദ്ദേഹത്തിനോട് സമരസപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് യോജിച്ചു എന്ന് യാതൊരു രീതിയിലും അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടും തെറ്റായ പ്രവണതകളോടുമുള്ള ശക്തമായ വിയോജിപ്പും പോരാട്ടവുമായി തന്നെ മുമ്പോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, പാലാ. മഹാകവി പാലാ നാരായണൻ നായരുടെ 15ാമത് ചരമവാർഷികം ആചരിച്ചു. മലയാള കാൽപ്പനിക ഭാവനയെ നവീകരിച്ച കവിയാണ് പാലാ എന്ന് MG യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ രാജു വള്ളിക്കുന്നം പറഞ്ഞു. മലയാള കാൽപ്പനിക ഭാവനയെ നവീകരിച്ച കവിയായിരുന്നു പാലാ നാരായണൻ നായർ എന്ന് കവിയും MG യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ രാജു വള്ളിക്കുന്നം
വള്ളത്തോൾ കവിതയിലൂടെ സ്വായത്തമായ ഭാവഗീതത്തെ നവീകരിക്കുകയായിരുന്നു പാല തന്റെ കവിതകളിലൂടെ. പാലായെ ഇതുവരെ ആരും ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ടില്ലെന്നും രാജു വള്ളിക്കുന്നം പറഞ്ഞു. മഹാകവി പാലായുടെ 15ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സഹൃദയ സമിതിയും യുഗം പാല പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച പാല സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ തമസ് എന്ന് പറയുന്നത് തന്നെ ആ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നതിലെ ത എന്ന് പറയുന്ന ഒരു മാത്രയാണത്. അക്ഷരത്തിന് ഒരു മാത്ര എടുത്ത് വളരെ ഭംഗിയായി പ്രയോഗിച്ചുകൊണ്ട് അലച്ചുകൂടാതെ അതിൻ്റെ കൊണോട്ടേറ്റീവ് ആസ്പെക്ട്സ് ഞങ്ങൾ ഇംഗ്ലീഷിൽ പിള്ളേരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാർത്തതാണ്. ആ ഒരു ത എന്ന് പറയുന്ന മാത്ര പോലും വളരെ കൊണോട്ടേറ്റീവായിട്ട് തമസ് വന്ന് മൂടിപ്പോയാലും എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അത് ബാലനാരായണൻ എഴുതിയാണ്. പക്ഷെ 1926 ജനിച്ച അക്കിത്തം 1950കളിൽ പ്രസിദ്ധീകരിച്ച 50കൾക്ക് ശേഷം ആധുനിക 56 ശേഷമാണ് 20ാം നൂറ്റാണ്ടെന്ന് വന്ന കവിതയിൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷത വഹിച്ചു. മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി കെ ഫ്രാൻസിസ്, രാജ്മോഹൻ നായർ മുണ്ടമറ്റം, PR വേണുഗോപാൽ, രവി പാല, മധുസൂദനൻ, ശിവദാസ് പുലിയന്നൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കവിയരങ്ങിൽ ഡോക്ടർ PN രാഘവൻ, ചാക്കോ സി പൊരിയത്ത്, ജോണി പ്ലാത്തോട്ടം, വിനയകുമാർ, രാകേഷ് മോഹൻ, രാജു അരീക്കര, രവി നെടിയാമറ്റം, സുഷമ രവീന്ദ്രൻ, RK വള്ളിച്ചിറ, ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ഭൂരഹിതർക്ക് വേണ്ടി കോട്ടയം പനച്ചിക്കാട്ട് റോട്ടറി ഒരുക്കുന്ന ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് 3211 കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള റോട്ടറി ക്ലബ്ബുകളുടെ സഹകരണത്തോടെ അഭയം ചാരിറ്റി പദ്ധതിയിൽപ്പെടുത്തി 100ൽ പരം വീടുകൾ ഇതിനോടകം നിർമ്മിച്ചു നൽകി കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടേറിയൻ PP മാത്യു വട്ടക്കുന്നേൽ സൗജന്യമായി നൽകിയ 1 ഏക്കർ സ്ഥലത്താണ് പനച്ചിക്കാട്ട് വീട് നിർമ്മിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഇവിടെ റോട്ടറി തൊഴിൽ അവസരം നൽകുന്നതിന് ആക്ടിവിറ്റി സെന്ററും നിർമ്മിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 23-24 ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമായിരുന്നു അഭയം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ 100ൽ പരം വീടുകൾ അതുവഴി നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയില്ലാത്തവർക്ക് വീടെന്നുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അവസാന നാളുകളാണ്. ഒരു ഡിസ്ട്രിക്റ്റ് ഇയറിൻ്റെ 23-24 വർഷം ജൂണിൽ തുടങ്ങി, ഈ കഴിഞ്ഞ ജൂലൈയിൽ തുടങ്ങി 24 ജൂണിലാണ് തീരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായിട്ട് ഈ ഒരു വീടിൽ സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഇതൊരു 3 വർഷത്തെ പ്രോഗ്രാമാണ്. ജൂനിയർ സബ് ജൂനിയർ ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പ് പാല തോപ്പൻസ് അക്കാദമിയിൽ നടന്നു. തോപ്പൻസ് അക്കാദമിക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജൂനിയർ സബ് ജൂനിയർ കോട്ടയം ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പ് പാല തോപ്പൻസ് അക്കാദമിയിൽ നടന്നു. തോപ്പൻസ് അക്കാദമി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നേടിയ മത്സരത്തിൽ പാല സെന്റ് തോമസ് കോളേജ് അക്വാട്ടിക് സെന്റർ 2ാം സ്ഥാനവും പാല മുനിസിപ്പൽ അക്വാട്ടിക് സെന്റർ 3ാം സ്ഥാനവും നേടി. കുറവിലങ്ങാട് അക്വാട്ടിക് ക്ലബിനാണ് 4ാം സ്ഥാനം. 7 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. പാല നഗരസഭാ അംഗവും ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റുമായ ബിനു പുളിക്കക്കണ്ടം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾ സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജൂൺ 14 മുതൽ തിരുവനന്തപുരത്താണ് സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വെള്ളൂരിൽ പ്രവർത്തിച്ചു വരുന്ന പാമ്പാടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പാർട്ട് ടൈം മലയാള അധ്യാപകന്റെ ഒഴിവിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ജൂൺ 13 രാവിലെ 10 മണിക്ക് സ്കൂളിൽ വെച്ച് അഭിമുഖം നടത്തും. മലയാളത്തിൽ ബിരുദവും B.Edുമാണ് യോഗ്യത. ഫോൺ 048125075556. കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ നടപ്പാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജൂൺ 30 വരെ നൽകാം. കർഷകർക്ക് നേരിട്ടും അക്ഷയ CSCകൾ വഴിയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിളകൾക്ക് വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കുകൾ വഴിയും പദ്ധതിയിൽ ചേരാം. ആധാറിന്റെ പകർപ്പ്, കരമടച്ച രസീതിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് എന്നിവ കൂടി നൽകണം. കർഷകർക്ക് വ്യക്തിഗത നഷ്ടത്തിനും കാലാവസ്ഥാ ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള നഷ്ടത്തിനും അർഹതയുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9645162338. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രികളിൽ നിലവിലുള്ളതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ നേഴ്സ് തസ്തികയിലേക്ക് ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. ജൂൺ 14 രാവിലെ 10:30 കോട്ടയം നാഗമ്പടം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 40 വയസ്സ്. ഫോൺ 048125835516. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുനക്കര ബസ് ബേ ബുധനാഴ്ച തുറക്കും. നടപടി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഇടപെടലിലൂടെ. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം. കോട്ടയം കൊശമറ്റം കോളനിയിൽ വീട് ഭാഗികമായി ഇടിഞ്ഞു താഴ്ന്നു. ഭിത്തികൾക്കും വിള്ളൽ. കുടുംബം വീട് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിൽ. പാലാ കൂരാലിയിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.